നേരത്തിലായിട്ട് ഒരു മനുഷ്യനെ കാണുന്നില്ലല്ലോ പഠിച്ചോനെ. ആളെ കിട്ടിപ്പോയി മതി. എന്താ സംഭവം എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യം എന്താന്ന് വെച്ചാൽ തെളിച്ചു പറയാൻ ഭാഷ. കേക്ക് തേച്ച സമയത്തും വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്തും ഒരിക്കലും പോലും ഞാൻ വിചാരിച്ചില്ല ഇറ്റ്സ് ഗോയിങ് ടു ബി ദ ചർച്ച് ഓഫ് കേരള. ഞാൻ അറിഞ്ഞു മാങ്ങയുള്ള മാവിലല്ലേ ആളുകൾ കല്ലെറിയൂ. സത്യത്തിൽ ഒരു അംഗീകാരമല്ലേ ആ കല്ല്. അതിനെ പറ്റി ഒന്ന് ജസ്റ്റ് ക്ലാരിറ്റി തരാനൊന്നല്ല, ബട്ട് ഒന്ന് ജസ്റ്റ് സംസാരിച്ച കൊള്ളാന്നുണ്ട്. എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. ജോഷേട്ടന്റെ മുഖത്ത് ഞാൻ കേക്ക് തേച്ചത് എനിക്ക് റിഗ്രറ്റ് ഉണ്ടോ ചോദിച്ചാൽ 0 റിഗ്രറ്റ് ആണ്. എന്റെ ഭർത്താവിന്റെ മുഖത്തായിരുന്നുവെങ്കിൽ പിന്നീട് ഒരു ദിവസം കേക്ക് കഴിക്കാൻ ആ വ്യക്തി ഉണ്ടാകില്ല. നോറയ്ക്കെതിരെ ദിയ കൃഷ്ണൻ. കൂൾ ഡൗൺ കെആർപി, കൂൾ ഡൗൺ. നമുക്ക് പിന്നെ നിയമപരമായി തന്നെ ഒതുക്കാം. തന്റെ കാര്യം ഞാൻ ഏറ്റു. ഏറ്റു. അതായത് കുള്ളനാണെന്നും പറഞ്ഞുകൊണ്ട് ഒരു ലൈം ലൈറ്റിൽ നിൽക്കുന്ന രാജകുമാരിയാണല്ലോ. അപ്പൊ എന്ത് തോന്നിയാസം കാണിക്കും, ആരെ വേണമെങ്കിലും ബോഡി ഷെയിം ചെയ്യാൻ പബ്ലിക്കായിട്ടൊന്നും ഒരു പ്രശ്നമില്ല. സ്വന്തം ഭർത്താവിന്റെ ദേഹത്ത് കേക്ക് ആയിരുന്നെങ്കിൽ കൊന്നുകളയുമായിരുന്നു എന്ന് പറയുന്ന ഒരു വ്യക്തി, ആ വ്യക്തിക്ക് വേറൊരാളുടെ ഭർത്താവിനെ ഒരാൾ കുള്ളൻ എന്ന് വിളിക്കുമ്പോൾ ഇത്രത്തോളം ചിരി വരുന്നുണ്ടെങ്കിൽ ദാറ്റ് ഷോസ് നിങ്ങളുടെ മൈൻഡ് സെറ്റിലെ ചൊറി. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. എനിക്കത് ചെയ്യാനുള്ള ഒരു ഫ്രീഡം ഉള്ള ഒരു പ്ലേസിലാണ് ഞാനത് ചെയ്തത്. ഓക്കെ, അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇന്നിപ്പോ ഇട്ട ഞാൻ ഈ ഡ്രസ്സ് ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്ത ആളുകളും ഉണ്ടാവും. ഞാൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഇങ്ങനൊന്നും ചെയ്യില്ല, അഞ്ചാറബദ്ധമൊക്കെ എല്ലാവർക്കും പറ്റേ. ഓർക്കുന്ന കുറച്ച് കാര്യങ്ങളിൽ ഒരു കാര്യമായിരിക്കും ഇത്. ദാറ്റ് ഈസ് ഡെഫിനറ്റ്ലി യെസ്, ഞാൻ അന്ന് തേച്ചത് അതെന്തായാലും ഓർത്തിരിക്കണം. കൃഷ്ണ, ഞാൻ ഈ ഒരു ടോപ്പിക് പറയണ്ടെന്നും ഞാൻ വിചാരിച്ചതാണ്. ബട്ട് എഗെയിൻ സ്റ്റോറിയിൽ ഞാൻ ഇങ്ങനെ ഒരു ഡിസ്കഷന്റെ കാര്യം കണ്ടപ്പോ ഐ വാസ് ലൈക്ക് വൈ. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്നതാണ്. പക്ഷെ നിങ്ങൾ അഭിപ്രായം പറയുന്ന സമയത്ത് നിങ്ങൾ ഒരു കാര്യം ആലോചിക്കേണ്ട വെച്ചാൽ നിങ്ങളും ഒരു ഇൻഫ്ലുവൻസർ ആണ്. ഒരു ഇൻഫ്ലുവൻസർ വേറൊരു ഇൻഫ്ലുവൻസറിനെ പറ്റി പറയുന്ന സമയത്ത് ഇറ്റ് വിൽ എഫക്ട് വെരി ബാഡ്ലി. ഇപ്പൊ തന്നെ യൂട്യൂബ് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഫസ്റ്റിൽ വരുന്നത് എന്നെ കൊല്ലൂന്ന് പറഞ്ഞു, എന്നെ അതാക്കും പറഞ്ഞു, ഇതാക്കും പറഞ്ഞു. അപ്പം എനിക്ക് ചൊറിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. മേ ബി യു ക്യാൻ ടെൽ ദാറ്റ് ഓക്കെ ഞാൻ അത് ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, ഇത് ഉദ്ദേശിച്ച് പറഞ്ഞല്ല. ബട്ട് കോൺടെസ്റ്റ് ആ ഒരു രീതിയിൽ വരെ ആളുകൾക്ക് പറയാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി കൊടുത്തത് ആക്ച്വലി ഇറ്റ്സ് യു. ഓക്കെ, ഞാൻ പോട്ടെ, പോകാൻ വരട്ടെ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം.